താങ്ങും തണലുമായി നിൽക്കുന്നത് അധ്യാപകരാണ്. നിങ്ങളൊക്കെ തീർത്ഥാടനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുരാതനമായ സ്ഥലങ്ങളിലൂടെ സന്ദർശിക്കുന്നത്, പഴയ അമ്പലങ്ങൾ, പഴയ രാജകൊട്ടാരങ്ങൾ, അതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരെയും കണ്ണിൽ ഉടക്കി നിൽക്കുന്ന ചില ചിത്രങ്ങളുണ്ട്, ചുമർചിത്രങ്ങളുണ്ട്. കൊത്തുപണികൾ തീർത്ത കരിങ്കൽ വിഗ്രഹങ്ങൾ, നമ്മുടെ ഭാഷയിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടിയ ആദ്യ നാളുകൾ മുതൽ നിങ്ങൾ വളർത്തി തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ കുറേ ആഗ്രഹങ്ങൾ കുഞ്ഞാരായി തീരണം. ഇന്നത്തെ രക്ഷിതാക്കളുടെ മനസ്സിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് കടൽ കടത്തിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ഏറ്റവും നല്ല ജോലി കിട്ടണം. അതെല്ലാവരുടെയും ആഗ്രഹം. വിദേശ രാജ്യങ്ങൾ, പ്രത്യേകം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ശ്രദ്ധ മുഴുവൻ. സമ്പത്ത് വേണം. പക്ഷേ ഒരു വിദ്യാർത്ഥിയെ ശില്പി തന്റെ കയ്യിൽ കെട്ടിയ കരിങ്കല്ലിനെ രൂപപ്പെടുത്തുന്നത് പോലെ ഒരധ്യാപകൻ, ഒരമ്മ, ഒരപ്പൻ ഈ കുഞ്ഞിനെ രൂപപ്പെടുത്തുന്ന നിമിഷങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്ര സമയമെടുക്കുന്നുണ്ട് നിങ്ങൾ ഈ കുഞ്ഞിനെ രൂപപ്പെടുത്തുവാൻ? എത്ര സമയമെടുക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ നിങ്ങൾ രൂപപ്പെടുത്തുക? അപ്പൻ ഒന്ന് ആലോചിക്കണം. വീട്ടിൽ ചെല്ലുന്നു, ഈ കുഞ്ഞിനെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുവാൻ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എത്ര സമയം ഞാൻ ചെലവഴിക്കുന്നുണ്ട്? ആ കുഞ്ഞിൻ്റെ A to Z, നമ്മുടെ മലയാള ഭാഷയിൽ A to Z, ആദ്യം അവസാനം വരെയുള്ള ഒരു ദിവസത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള സമയങ്ങളിൽ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഞാൻ എത്ര സമയം ചെലവഴിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും, അവളുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ എത്രമാത്രം ശ്രദ്ധ പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. അമ്മ രാവിലെ ഉണർന്നെടുക്കുന്ന നിമിഷം മുതൽ ഉറങ്ങാൻ പോകുന്ന സമയം വരെ ഈ കുഞ്ഞിൻ്റെ കൂടെ എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട്? കാരണം ഇതൊരു മോഡുലേഷനാണ്, രൂപപ്പെടുത്തൽ. കുഞ്ഞിൻ്റെ കുറവുകൾ, പോരായ്മകൾ കണ്ടെത്തി കഴിഞ്ഞ് അവനത് മാത്രം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ഒരു അധ്യാപകൻ, അധ്യാപിക. നിങ്ങളെ കാണുന്ന കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന സന്തോഷം അത് കാണുവാൻ ഒന്നാമത്തെ ചോദ്യമാണ്. ശില്പി തന്നെ രൂപപ്പെടുന്നത് പോലെ ഒരു അധ്യാപകൻ ഒന്നാം ക്ലാസ്സിൽ നിൽക്കുന്ന കുഞ്ഞിനെ രൂപപ്പെടുത്തുന്നതല്ല. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ ആഗ്രഹത്തിൽ ഏറ്റവും നന്നായി പഠിച്ച് A+ മേടിച്ച് ഏറ്റവും സുന്ദരമായ വിദ്യാഭ്യാസത്തിൽ പോകണം ആഗ്രഹിക്കുന്നു. എല്ലാവരും വിദ്യാർത്ഥികളായ നമുക്കാര് അരികെ എല്ലാവരും പൈലറ്റുമാരായാലും നമ്മുടെ ബസ് പബ്ലിക് വാഹനങ്ങൾ. ഞാൻ പറഞ്ഞത് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരെ വാർത്തെടുക്കേണ്ടത് അധ്യാപകരാണ്. ഇപ്പൊ ഞാൻ ഒരു ശില്പി ആ കണ്ണ് കുത്തുമ്പോൾ ആ കണ്ണിന്റെ കൃഷ്ണമണി പോലും തന്റെ ഉളി കൊണ്ട് രൂപപ്പെടുന്നത് പോലെ ഒരു അധ്യാപിക ഒന്നാം ക്ലാസ് വരുന്ന കുഞ്ഞിന്റെ ചുമരിൽ, ശരീരത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ ഉളി കൊണ്ട് കുത്തുന്നു. ഓരോ സമയങ്ങളിലും ആ ഓരോ കുത്തിലും തലോടുകൾ അവന്റെ ഭൗതികമായ ജീവിതത്തിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഞാനെപ്പോഴും മനസ്സിലാക്കുന്നത് രണ്ടു കൂട്ടം വിശ്വസിക്കുന്നു. ഒന്ന്, എന്നെ എൽപിസ്കൂളിൽ പഠിപ്പിച്ച അവരൊരിക്കലും മറക്കില്ല. എപ്പോൾ ചെന്നാലും ഇപ്പോഴും ചെന്നാലും എന്നെ കാണാൻ, കേൾക്കാൻ ഞാൻ അത്രയും സ്നേഹം. രണ്ടാമത് യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ PhD അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സമയത്ത് എൻ്റെ HOD മാതൃഭാഷയോടുകൂടി ഇപ്പോഴും വിളിക്കുന്നു. കാരണം ചിലവർക്ക് മാറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന്റെ റോളെന്ന് പറയുന്നത് സ്കൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും നിങ്ങളൊരു കേട്ട് പറഞ്ഞിട്ടുണ്ടാവാം. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ശാസ്ത്രജ്ഞനുണ്ട്, കേട്ടിട്ടുണ്ടാകാം. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ചെറുതായിരിക്കുമ്പോൾ
നിങ്ങൾക്കറിയാം, ടീച്ചർ ഇവൻ മടയനാണ്, മണ്ടനാണ്, പഠിക്കാൻ കഴിവില്ല, അതുകൊണ്ട് ഇവനെ സ്കൂളിൽ വിടണ്ടായി എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ വിദ്യാർത്ഥി. മറ്റു കുട്ടികളെ അത്രയും പിക്കപ്പില്ലാത്ത, ഭൗതികമായ കഴിവില്ലാത്ത, ഐക്യമില്ലാത്ത ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥി അധ്യാപകർ പുറത്താക്കി. പക്ഷേ അമ്മ തൻ്റെ മകനെ കൊണ്ടുപോയി ഇരുന്ന് പഠിപ്പിച്ച് ആ കുഞ്ഞ് ലോകത്ത് അറിയപ്പെടുന്ന വലിയ ശാസ്ത്രജ്ഞനായിട്ട് മാറുമ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ മറ്റു കുഞ്ഞിൻ്റെ അത്രയും ഐക്യമില്ലാത്ത, മറ്റ് കുഞ്ഞിൻ്റെ അത്രയും ഐക്യമില്ലാത്ത ഒരു കുഞ്ഞായി നിർമ്മിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് ദൈവം എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു? അത് മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്താൽ ആ കുഞ്ഞിനെ കൊടുക്കേണ്ടതായ പരിഗണന കിട്ടാത്തതുകൊണ്ടാണ് നിന്റെ കയ്യിൽ തന്നെ ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചത്. നിനക്ക് പറ്റും ആ കുഞ്ഞിനെ സംരക്ഷിക്കുക, നിനക്ക് പറ്റും ആ കുഞ്ഞിനെ ജീവൻ കൊടുക്കുക. അതുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ടീച്ചർമാരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ ഇതിനെ ഏൽപ്പിച്ചു മുള്ളക്കൊല്ലി സ്കൂളിലേക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ടീച്ചറിനെ ട്രാൻസ്ഫർ ആക്കി കിട്ടും? കണിയാരസ്കൂളിലേക്ക് 28 വർഷത്തോളം അധ്യാപിക ഒരേ സ്കൂളിൽ അവിടെ നിന്ന് എന്തുകൊണ്ടാണ് മാറ്റി കിട്ടുന്നത്? ഇത് ഒരു ദൈവയോഗമാണ്. കാരണം ഇവിടുത്തെ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞ് ആ കുഞ്ഞിന് കൊടുക്കേണ്ടതായ കാര്യം കൊടുക്കുവാൻ വേണ്ടി ദൈവം യോജിച്ചു. അങ്ങനെ ചെയ്തില്ല. അപ്പോ ഒരു അധ്യാപികയുടെ ചുമതല അധ്യാപകർ പറയുന്നത് തന്റെ കയ്യിൽ കിട്ടുന്ന കുരുവിനെ അതിനെ ജീവൻ പ്രാപിക്കുന്നവണ്ണം ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആ ദൗത്യത്തിനിടയിൽ ചിലപ്പോ വഴക്ക് പറയേണ്ടി വന്നേക്കാം, ശാസിക്കേണ്ടി വന്നേക്കാം, ശിക്ഷിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോ ശാസിക്കേണ്ടി വന്നേക്കാം, ശിക്ഷിക്കേണ്ടി വന്നേക്കാം. ശാസനയും ശിക്ഷണവുമില്ലാതെ എങ്ങനെ പരിശീലനം കൊടുക്കാൻ? അപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുറമെ 8 പേർ വഴിയുമായിട്ട് നിൽക്കുകയാണ്. ആരെ ശിക്ഷിക്കാൻ? ടീച്ചർമാരെ ശിക്ഷിക്കുവാൻ കുറെ പേര് വഴികളുമായിട്ട് നിൽക്കുക. അതിന്റെ ഒന്നാമത്തെ വിഭാഗം പറയുന്നത് സോ-കോൾഡ് ഇന്റലക്ച്വൽസ്. നമ്മുടെ സംസ്ഥാനത്തെയും വിദ്യാഭ്യാസത്തെയും ഏറ്റവും കൂടുതൽ മലിനമാക്കുന്ന ഒരു വിഭാഗം. അവരാണ് തീരുമാനം എടുക്കുന്നത്. കൊച്ചിനെ വഴക്ക് പറഞ്ഞാൽ കൊച്ചിനെ മാനസികമായ രോഗശേഷം ബാധിക്കുന്നതുകൊണ്ട് കുട്ടിയെ ശിക്ഷിക്കാൻ പാടില്ല. ശാസ്ത്രം പറഞ്ഞാൽ തീരുമാനങ്ങളുടെ നിയമമായി ഇന്ന് കോടതിയിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. നിങ്ങളുടെ കുഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ പറയുകയാണ്, ടീച്ചർ തന്നെ വഴക്ക് പറഞ്ഞു, എന്നെ ശാസിച്ച് ശിക്ഷിച്ചു, ഞാൻ നാളെ സ്കൂളിലേക്ക് പോകുന്നില്ല എന്നൊരു വിദ്യാർത്ഥി പറഞ്ഞ് ഉടനടി രാത്രി തന്നെ ടീച്ചറിനെ വിളിച്ച് ഇപ്പോൾ ഇത് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കൊമ്പ് കുലുക്കി ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ടീച്ചറിനെ പോയി കാണണം. വ്യക്തിപരമായിട്ട് ശാന്തതയോടെ കാണണം ടീച്ചറെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ടീച്ചർ പറയാൻ വേറെ കാര്യങ്ങളിലാണ്, അത് കേൾക്കണം ശാന്തമായി. അതിനുശേഷം തീരുമാനങ്ങളെന്താണ് നടപടി എടുക്കേണ്ടത്. അതിന് മുൻപേ എന്നെ കൊണ്ടുകൊണ്ടുവന്ന് എന്നെ ഇപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു വരുന്ന മാതാപിതാക്കൾ. കാരണം നമ്മളൊരു പഠിക്കുന്നുണ്ട്, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഏറ്റവും നല്ല വ്യക്തി, ഒന്നും ചെയ്യുകയില്ല, ഒരു തെറ്റ് ചെയ്യുകയില്ല, ഒരു തോന്നിവാസവും കാണിക്കുകയില്ല, ഒരു മോശമായ രൂപത്തിൽ സംസാരിക്കില്ല, പ്രവർത്തിക്കില്ല എന്നൊക്കെ നമ്മൾ കരുതുന്നു. പക്ഷേ ഉന്നത വിദ്യാലയത്തിലെ 25 വർഷങ്ങൾ കഴിഞ്ഞ് സഹകരിച്ച ഇവിടെ വരുന്ന ഓരോ കുഞ്ഞും ഭാവിയിൽ വലിയ ശാസ്ത്രജ്ഞന്മാരും വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും സമൂഹത്തിൽ വേണ്ട